എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് അസ്ത്രം തയ്യാറാക്കിയാലോ. അസ്ത്രം നിങ്ങളെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ഇത് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അസ്ത്രം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അസ്ത്രം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ചേന, കാച്ചിൽ, ചേമ്പാണ്. അപ്പോൾ ചേമ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ചേനയും കാച്ചിലും വെച്ച് മാത്രമായിട്ട് നമുക്ക് അസ്ത്രം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കണ്ടോ, ഇതേപോലത്തെ ക്യൂബായിട്ടുള്ള, അതായത് ചെറിയ ചെറിയ കഷ്ണം, ചതുര കഷ്ണമല്ലേ, അതേപോലെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കുക. ഇച്ചിരി വലിയ പീസ്, നമ്മൾ സാമ്പാറിനൊക്കെ അറിയത്തില്ലേ, അതേപോലെയാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാൻ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് അതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചേനയൊക്കെ അരിയുമ്പം ചില ആളുടെ കൈ നന്നായിട്ട് ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കൈക്ക് നന്നായിട്ട് ചൊറി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നീ ഗ്ലൗസ് ഉപയോഗിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം മാത്രം ചേന അരിയുക. അപ്പോൾ നമുക്ക് കൈയുടെ ചൊറിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ അസ്ത്രം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റും. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ കുക്കറിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നിങ്ങളുടെ ആവശ്യം പോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്താ പറയുക, ഉപ്പ് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ടിടാം. പക്ഷേ എനിക്ക് ആ പാകത്തിന് തന്നെ വേണം. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഞ്ഞിക്കകത്ത് ഉപ്പ് ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കറിക്ക് അധികം ഉപ്പ് വേണമെന്നില്ല, ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചേനയും കാച്ചിലും ചേമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പച്ചമുളക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് നമുക്ക് കീറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് വേണം നമ്മുടെ ഈ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ, അതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. വെന്തങ്ങ് അധികം ഉടയേണ്ട, എന്നാൽ ഒരു നന്നായിട്ട് വേവുന്നൊരു പരുവത്തിന് അങ്ങനെ നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കർ 4 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാനുള്ള തേങ്ങ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളി, അത് ഞാൻ ഇപ്പോൾ നടുക കീറി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 1 ടീസ്പൂണ് ജീരകം, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരയ്ക്കുന്ന ആ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിത് കുക്കർ നമ്മളെടുത്ത് വേവിച്ചിരുന്നില്ലേ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സെയിം സമയത്ത് ഞാൻ വേറെ അടുപ്പത്തോട് കഞ്ഞിയും തയ്യാറാക്കിയിട്ടുണ്ട്. കഞ്ഞിയും അസ്ത്രവുമാണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചിലപ്പോൾ കഞ്ഞി അസ്ത്രമായിരിക്കും, ചിലപ്പോൾ വൈകുന്നേരത്തെ ഡിന്നറാവും കഞ്ഞി അസ്ത്രം. ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുക്കർ തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചേനയും ചേമ്പും കാച്ചിലൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയാലും ഞാൻ എടുത്ത കുക്കർ തെറ്റിപ്പോയിരുന്നു. ഞാൻ 2 ലിറ്ററിൻ്റെ കുക്കറാണ് ഇത് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള കുക്കറിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇളക്കാൻ സ്ഥലമില്ലാണ്ടായിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതായിട്ട് ഇളക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം അതനുസരിച്ച് വേണം കുക്കറിൻ്റെ അളവ് എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ്, എടുത്തപ്പം അളവ് മാറിപ്പോയതാണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഇച്ചിരി വലിയ കുക്കർ എടുക്കണമെന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇളക്കുമ്പോൾ അത് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം, എന്നാലേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് നമുക്ക് കടു ചേർക്കുക എന്നുള്ളത്, കടു വറുത്ത് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കടു വറുത്തിടാം. അപ്പോൾ കടു വറുക്കുന്ന സമയത്ത് ധാരാളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഫ്ലേവറോടെ വരുമ്പോൾ കറിക്ക് നല്ലൊരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കടു വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം തയ്യാറാക്കാൻ
ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അസ്ത്രം എന്ന് പറയുന്നത്. ജസ്റ്റ് ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് കുക്കറിലിട്ട് വേവിക്കുക, അതിനുശേഷം തേങ്ങ അരച്ച് ചേർക്കുക, കടുക് വറുത്തിടുക. ഇത്രയേ ഉള്ളൂ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് ഈ അസ്ത്രം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് വീട്ടിലൊക്കെ കഞ്ഞി അസ്ത്രമായിരുന്നു പ്രാതലിന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ അമ്പലത്തിലൊക്കെ വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ അമ്പലത്തിലും കിട്ടാറുണ്ട് കഞ്ഞി അസ്ത്രമൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക നൊസ്റ്റാൾജിക് വിഭവങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. കഞ്ഞിയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ വന്നത്, കഞ്ഞി അസ്ത്രവുമാണ്. അപ്പം ഇത് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.